2 പത്രോസ് 1:18 ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ഏത് പർവ്വതമാണ്? താബോർ പർവ്വതമായിരിക്കാനാണ് സാധ്യത. ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. താബോർ പർവ്വതം ഏറ്റവും വളരെ ഉയർന്ന പർവ്വതമാണ്. ആരെങ്കിലും അവിടെ പോകുന്നെങ്കിൽ, വിശുദ്ധ സ്ഥലത്ത് പോകുന്നെങ്കിൽ, ഹോളി ലാൻഡിൽ പോകുന്നുണ്ടെങ്കിൽ, ചിലർ ഹോളി ലാൻഡ് എന്ന് പറയുന്നതിനകത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. എനിക്കിഷ്ടമാണ്, അല്ലേ? ഞാനതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കാണുന്നില്ല, പക്ഷേ യേശു നടന്ന സ്ഥലം, അതുകൊണ്ട് അതിനെ ഹോളി ലാൻഡ് എന്ന് വിളിക്കുന്നത് തെറ്റില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. അവിടത്തേക്ക് പോകുന്നവർക്ക് ഈ താബോർ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബസ്സുകൾ പോകത്തില്ല. അതിൻ്റെ അടിവാരത്തിൽ ചെന്ന് നിൽക്കും, പകുതി ദൂരം വരെ ചെല്ലാം, പിന്നെ അവിടുന്ന് ജീപ്പ് പിടിച്ച് വേണം അങ്ങോട്ട് പോകാൻ. അത്രയ്ക്ക് ഉയർന്ന പർവ്വതമാണ്. ഉയർന്ന പർവ്വതം നാം ലക്ഷ്യമാക്കണം. ശ്രദ്ധിച്ചോ, ഉയർന്ന പർവ്വതം നാം ലക്ഷ്യമാക്കണം. ചെറിയ പർവ്വതം ചെറിയ അനുഗ്രഹം, കുറേ കൂടി ഉയർന്ന പർവ്വതം കുറേ കൂടി ഉയർന്ന അനുഗ്രഹം, വലിയ പർവ്വതം വലിയ അനുഗ്രഹം. ഇനി പറഞ്ഞു കേട്ടോ, വളരെ വലിയ പർവ്വതം. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പർവ്വതത്തിൽ കയറി ഇന്ന് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ദൈവം അനുഗ്രഹിക്കുമെന്നല്ല. പർവ്വതത്തിൻ്റെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ്, മൗണ്ടൻ എക്സ്പീരിയൻസ് നാം ഉണ്ടാക്കിയെടുക്കണം. അബ്രഹാം വളരെ വലിയ പർവ്വതത്തിലാണ് കയറിപ്പോയത് ദൈവത്തെ കാണുവാൻ. മോശ വളരെ വലിയ പർവ്വതത്തിലാണ് കയറിപ്പോയത്. ഇവിടെ പത്രോസും വലിയ ഒരു പർവ്വതത്തിലാണ് കയറിപ്പോയത്. ഇവർ 3 പേർക്കും അസാധാരണമായ അനുഗ്രഹം ലഭിച്ചത് ഒരത്ഭുതമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ദൈവം വിളിച്ചപ്പോൾ വലിയ, പഴയ നിയമത്തിൽ പർവ്വതം കയറി, പുതിയ നിയമത്തിൽ പർവ്വതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ദൈവം അതിവിശേഷമായി ഉപയോഗിച്ചവരെല്ലാവരും അതിഭയങ്കരമായ ശോധനകളിലൂടെ കടന്നു പോവുകയും അതിനെ വിജയിക്കുകയും ചെയ്തവരാണ്. അതിഭയങ്കരമായ ശോധന. വളരെ വേഗത്തിൽ പർവ്വതത്തിൻ്റെ മുകളിൽ നാം എത്തിച്ചേരുന്നില്ല. നമ്മുടെ ശരീരം നടക്കുമ്പോൾ ശരീരം പറയും, വിട്ടാരെ, ഉപേക്ഷിച്ചാരെ, ഇല്ല ഇന്നാണ് അടക്കി വെച്ച് നിർത്തിയാരെ, പക്ഷെ നിർത്തരുത്. തിരിച്ചു പോകാൻ ചിലപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, പോകരുത്. ഞാൻ ഖട്ടറായി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനുഭവങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഖട്ടറായി ചെന്ന ഒരു കൊച്ചു സ്ഥലം, കൊച്ചു സ്ഥലം. അന്ന് അവിടെ 3000 പേരേ ഉള്ളൂ. 4 വശത്തൂടെ ഉള്ളവരെല്ലാവരും കൂടെ എണ്ണിയെടുത്താൽ 3000 പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് വരെയുള്ള ഗ്രാമങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ 3000 പേര്. മാത്രമല്ല അവിടെ ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, ഈ നോൺ വെജ് ഒന്നും സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. മലയാളികളെ കൊണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കൊണ്ട് അത് പ്രയാസമാണ്, അല്ലേ? പത്രം, ന്യൂസ് പേപ്പർ ഇല്ലാത്ത മലയാളികൾക്ക് ന്യൂസ് പേപ്പർ ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ മനോരമ വരുമായിരുന്നു. അതുകൊണ്ട് പത്രമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഇംഗ്ലീഷ് പറയുന്ന 3 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് ബാങ്ക് മാനേജർ, ഒന്ന് അവിടുത്തെ മെഡിക്കൽ ഡോക്ടർ, 2 അവിടുത്തെ ഡെൻറ്റിസ്റ്റ്. ഈ 3 പേരേ ഉള്ളൂ ഇംഗ്ലീഷ് പറയാനൊക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ 10ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്തവരാണ് മിക്കവാറും എല്ലാവരും. അപ്പോൾ ആ സ്ഥലത്ത് എൻ്റെ ഒരു വലിയ ദേവദാസൻ, പേര് പറയത്തില്ല, എൻ്റെ കോൺമിഷൻ പറഞ്ഞു, വർഗീസ്, യു വിൽ റൂയിൻ യുവർ ലൈഫ് ഹിയർ, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. എന്നോട് ഒരു അഭ്യുദയകാംക്ഷിയായിട്ട് പറഞ്ഞതാണ്. വേറൊരു ദേവദാസൻ എൻ്റെ കോൺമിച്ച് പറഞ്ഞു, പന്നിയാണ് വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നത്, എന്നാൽ കുതിര അങ്ങനെയല്ല, അത് ഓടി നടക്കും. അതുകൊണ്ട് നീ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വെളിയിൽ പോകണം. പക്ഷേ ഞാൻ അവിടെ താമസിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്നവിടെ 7 ചർച്ചുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഒരൊറ്റ ക്രിസ്ത്യാനിയും ഇല്ലാത്ത ഒരു തീർത്ഥാടന സ്ഥലത്ത് 7 സഭ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ വലിയ വില കൊടുത്തൊന്നും അല്ല പറയുന്നത്, അങ്ങനെ സംഭവിച്ചു. ഇന്ന് ഇതുപോലൊക്കെ ആയിത്തീരുമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, ഇവിടുന്ന് നീ പത്താംകോട്ടേക്ക് മാറുക. ഖട്ടറായിരുന്ന ആരും പോകത്തില്ല. കാരണം ഒരു പുരയിടമായി ബാങ്കിനകത്ത് ഒരു ചർച്ച് പണിയാനുള്ള രൂപയായി. ഇത്രയൊക്കെ നല്ലൊരു ചർച്ച്, അസാധാരണമായൊരു ചർച്ച്. നിങ്ങളവിടെ പോയി കാണണം. ആ ചർച്ച് ഇന്നും കാണണം. ഉണർവ് നടക്കുന്ന സ്ഥലം. 20% ദശാംശം തരുന്ന വിശ്വാസികൾ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് പോകത്തില്ല. പക്ഷേ ഞാൻ പോയി. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു ഇവിടുന്ന് പത്താംകോട്ടേക്ക് മാറുക. എനിക്ക് വേണ്ടി മാറിയതല്ല. ചിലർ വിചാരിച്ചാണോ അരി കിട്ടാനായിട്ട് മാറിയതായിരിക്കും. കാരണം മലയാളികൾക്ക് അരി ഇഷ്ടമാണല്ലോ. ഞാൻ അരി കഴിക്കുക, ചോറുണ്ണാത്ത മനുഷ്യനാണ്. പിന്നെ ഞാൻ പോയത് പ്യുവർലി ദൈവം എന്നോട് പറഞ്ഞതിനാണ്. ഞാൻ ചെന്ന് ആദ്യത്തെ 3 ദിവസം ഒരു യൂക്കാലി മരത്തിൻ്റെ ചുവട്ടിലാണ് കിടന്നുറങ്ങി. നിങ്ങൾ വരാമെങ്കിൽ ഞാൻ ആ മരം കാണിക്കാം. ആ മരം അല്ലെങ്കിൽ അതിന് പകരം നട്ടാൽ യൂക്കാലി മരം ഇപ്പോഴും അവിടെയുണ്ട്. ഞാൻ അവിടെ അതിൻ്റെ കീഴിലാണ് കിടന്നുറങ്ങിയത്. 3 ദിവസം ഉറങ്ങാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഞാനൊരു വില കൊടുത്തു. സ്വർഗസ്ഥനായ ദൈവം എനിക്ക് 4 ഏക്കർ ഭൂമി തന്നു, ഒരു ബൈബിൾ സ്കൂൾ തന്നു, താമസിക്കാൻ 1, 2, 3, 4
5 മുറിയുടെ ഒരു വീടും അടുക്കളയും 2 കക്കൂസും എല്ലാം കൂടെ തന്നു. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു ഇവിടെ നിന്ന് വിട്ടുമിച്ച് ഡൽഹിക്ക് പോകാൻ. ഞാനിത് പറഞ്ഞപ്പോൾ അവിടുത്തെ തഹസിൽദാർ പറഞ്ഞു, നിൻ്റെ സിംഹാസനം ഇവിടെ ഉറച്ചു, നീ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ പോയി. ഞാനീ പറഞ്ഞത് ഞാൻ എന്നെ ഹീറോ ആയിട്ട് അഭിനയിക്കുവാൻ ആഗ്രഹിക്കുകയല്ല. പിന്നെയും ഞാൻ പറയുകയാണ്, ദൈവം എനിക്ക് തന്ന വില ഞാൻ കൊടുത്തു. വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളും തിരികെ പോകാൻ ആഗ്രഹം തോന്നിയാൽ, ഇത്രയും മതിയെന്ന് വിചാരിച്ചാൽ പോകരുത്. വടക്കേ ഇന്ത്യക്ക് വിളിച്ച് എത്രയോ പേര് ഇന്ന് അമേരിക്കയിലാണ്. അതുകൊണ്ട് അമേരിക്കയിലുള്ള മലയാളി കൂട്ടായ്മകളൊന്നും എന്നെ പ്രസംഗിക്കാൻ വിളിക്കാത്ത അധികം പേര്. കാരണം ഞാനിത് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അതെ ഞങ്ങൾ വടക്കേ ഇന്ത്യക്ക് സുവിശേഷീകരിക്കാമെന്നും പറഞ്ഞ് അമേരിക്കയിലെ ബൈബിൾ കോളേജിൽ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും ഇവിടുത്തെ ജീവിത സൗകര്യവും എയർ കണ്ടീഷൻ കാറും ഒക്കെ കണ്ടപ്പോൾ തിരികെ പോരാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ താമസിച്ചു. ഗുജറാത്തിലൊരു പാസ്റ്റർ രാജു മാത്യു. അദ്ദേഹം എൻ്റെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ അദ്ദേഹത്തോടൊപ്പം ആയിരുന്നു. അദ്ദേഹം എൻ്റെ പറഞ്ഞു അമേരിക്കയിൽ പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞിട്ട് ഒന്നും അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ ഓർത്തെങ്കിലും അമേരിക്കയിൽ താമസിക്കാൻ. അദ്ദേഹം തിരികെ വന്നപ്പോൾ എയർപോർട്ടിൽ ഇരുന്നുകൊണ്ട് നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തെ കരകയറ്റാനുള്ളതിന് പകരം ഞാൻ ഗുജറാത്തിലേക്ക് തിരികെ പോരുകയാണ്. അങ്ങനെ പലരും ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയായിരിക്കാം അവിടെ താമസിച്ചു. നിങ്ങളുടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തിരികെ പോരാൻ പർവ്വതം കയറിയത് മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർത്തരുത്. പരദേശി മോക്ഷയാത്ര നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് നല്ലൊരു അധ്യായമുണ്ട്. പരദേശി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചന്ത, മോഹച്ചന്ത. ആ മോഹച്ചന്തയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിലുക്കാൻ പറ്റി ഇതൊക്കെ കണ്ടു. അതെല്ലാം കൂടെ കണ്ട് അത് കണ്ടു, ഇത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു. വൈകുന്നേരമായപ്പോൾ ആലോചിച്ചു, എൻ്റെ ഒരു ദിവസം മുഴുവൻ മെനക്കെട്ടു. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മളെല്ലാവരും മോഹച്ചന്തയിൽ ചെന്നിട്ട് മൊബൈലിനകത്ത്, ടെലിവിഷനകത്ത് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിച്ച്, ഞാൻ അവരുടെയൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു ദൈവദാസൻ വന്നു കഴിയുമ്പോൾ അവർക്ക് കൊച്ചു വർത്താനം പറയാതെ, അവരുടെ ഇവരുടെയും കുറ്റം പറയാതെ കുറച്ച് നേരം പ്രാർത്ഥിച്ചാട്ടെ, അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചാട്ടെ. നിങ്ങൾ മോഹച്ചന്തയിൽ നിങ്ങളുടെ സമയം ചിലവഴിക്കരുത്. ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും നാൾ സീരിയൽ കണ്ടിട്ടുള്ളവരൊക്കെ ചോദിക്കുകയാണ്, ഇത്രയും നാൾ സീരിയൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ നേടി? എൻ്റെ വീട്ടിൽ ടെലിവിഷൻ പോലും ഇല്ല. ഉണ്ടായിരുന്നു 15 വർഷത്തിന് മുമ്പെടുത്ത് ഞാൻ ആർക്കാണ്ട് കൊടുത്തു. എനിക്കറിയാം ആർക്കാ കൊടുത്തതെന്ന്. ഈ ടെലിവിഷൻ ഞാൻ എതിരല്ല, പക്ഷേ എന്തുമാത്രം സമയം നിങ്ങളതിനു വേണ്ടി ചെലവഴിക്കുന്നു. നിങ്ങൾ മോഹച്ചന്തയിൽ, അല്ലേ, ടെലിവിഷനകത്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്ത് ചീറ്റ് ചെയ്ത് സമയം ചെലവഴിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ബാലൻസ് ചെയ്യണം. മൊബൈൽ നല്ലതാണ്, കമ്പ്യൂട്ടർ നല്ലതാണ്, ടെലിവിഷൻ നല്ലതാണ്. എന്ത് കാണുന്നു ബാലൻസ് ചെയ്യുക. പറയുന്നത് കേട്ടാട്ടെ. യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മോഷ്ടിച്ച് മറ്റുള്ള മോഹച്ചന്തയിലെ സാധനങ്ങൾക്ക് കൊടുക്കരുത്. ഹല്ലേലൂയ. പൗലോസിൻ്റെ കത്തുകൾ എവിടെ വെച്ചാണ് എഴുതിയത്? ജയിലിൽ നിന്ന്. പരദേശി മോക്ഷയാത്ര എവിടെ വെച്ചാണ് എഴുതിയത്? ജയിലിൽ നിന്ന്. വെളിപ്പാട് പുസ്തകം എവിടെ വെച്ചാണ് എഴുതിയത്? ജയിലിൽ നിന്ന്. ഹല്ലേലൂയ. പൗലോസ് തിരുവചനം പഠിച്ചത് എവിടെ വെച്ചായിരുന്നു? ഹല്ലേലൂയ. അറേബ്യയിലെ മരുഭൂമിയിൽ വെച്ച്. നമ്മുടെയും ജീവിതത്തിനകത്ത് ഒരു പർവ്വതത്തിൻ്റെ അനുഭവം, ചിലതൊക്കെ ഉപേക്ഷിക്കുവാൻ ദൈവം നമുക്കൊരവസരം തരുമ്പോൾ അത് സുവർണാവസരമായിട്ട് കണക്കാക്കണം. യേശുവിനോടൊപ്പം കഥ കടച്ച്, യേശുവിനോടൊപ്പം അവനും നീയും മാത്രം. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എൻ്റെ ആളുകൾ ചോദിക്കും, ആഹാരം ആരുണ്ടാക്കും? ഞാനുണ്ടാക്കും. ഞാൻ മാത്രം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വളരെ ഹാപ്പിയാണ്. കാരണം ഞാനും എൻ്റെ ദൈവവും മാത്രം. നിങ്ങൾക്കതിനുള്ള സാഹചര്യമില്ലായിരിക്കാം, പക്ഷേ എങ്കിലും ഒരു മുറിയിൽ കയറി കഥ അടച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കാനൊക്കുമോ? അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ പോയി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കുമോ? എവിടെയെങ്കിലും മാറിയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കുമോ? പ്രാർത്ഥിക്കാൻ സമയം കണ്ടുപിടിക്കാൻ നീയും നിൻ്റെ കർത്താവും മാത്രം. 91-ാം സങ്കീർത്തനം, സുപ്രസിദ്ധമായ അധ്യായം, 1-ാമത്തെ വാക്യം. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അത്യുന്നതൻ്റെ രഹസ്യസ്ഥലത്ത് വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കട്ടെ. He that dwelleth in the secret place of the Most High shall abide under the shadow of the Mighty. എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ്റെ രഹസ്യസ്ഥലത്ത് താമസിക്കണം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യണം. ചോദിക്കുകയാണ്, അവൻ്റെ രഹസ്യസ്ഥലത്ത് താമസിക്കുമ്പോൾ എന്താണ്? അവന് നീ മാത്രം. മോശ താമസിച്ചതുപോലെ, അബ്രഹാം നിന്നതുപോലെ, പത്രോസ് നിന്നതുപോലെ അവന് നീ മാത്രം. അപ്പോൾ നിൻ്റെ ടെലിഫോണിനകത്തെ സമയം, നിൻ്റെ പുസ്തകം വായിക്കുന്നതിൻ്റെ സമയം, നിൻ്റെ പത്രം വായിക്കുന്ന സമയം എല്ലാം തക്കത്തിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ യഹോവ അവൻ്റെ സങ്കേതമായിരിക്കും.
യഹോവ അവൻ്റെ കോട്ടയായിരിക്കും, അവൻ്റെ റെഫ്യൂജ്, അവൻ്റെ ഫോർട്രസ്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ആര്? അവൻ്റെ രഹസ്യസ്ഥലത്ത് താമസിക്കുന്നവൻ, അവൻ്റെ സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ. എല്ലാം നമുക്ക് വേണം. ടെലിവിഷൻ നമുക്ക് വേണം, കമ്പ്യൂട്ടർ നമുക്ക് വേണം, മൊബൈൽ വേണം, വാട്സപ്പ് വേണം, ചാറ്റ് ചെയ്യണം. പക്ഷേ അതെല്ലാം നിയന്ത്രിച്ചിട്ട് ദൈവത്തിനുള്ള സമയം കുറഞ്ഞു പോകരുത്. അവൻ്റെ ഒറ്റയ്ക്ക് രഹസ്യസ്ഥലത്ത് താമസിക്കുക. കേട്ടാട്ടെ, പത്രോസ് എവിടെയായിരുന്നു? അതിനെപ്പറ്റി പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 36 വരെ. ഇനിയും എഴുതിയിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ അസൂയൊന്നുമില്ല. മത്തായി എഴുതിയപ്പോഴും പത്രോസിനെ പറ്റിയും യോഹന്നാനെ പറ്റിയും യാക്കോബിനെ പറ്റി എഴുതി. മത്തായി വിചാരിച്ചില്ല അവരുടെ കാര്യം പറയണ്ട, എൻ്റെ കാര്യം ഇല്ലായിരുന്നല്ലോ. നമ്മൾ സാധാരണ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ നമ്മളില്ലാത്ത ഒരു കാര്യം വളരെ വിശദീകരിക്കാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുള്ളത് ചൂടെ പുകഴ്ത്തി പറയാൻ നോക്കും. മത്തായി അത് ചെയ്തില്ല. താനില്ലാതെ ഇരുന്നിട്ടും അവിടെ നടന്ന ഒരു സംഭവം വിശദീകരിച്ച് അവൻ പറയുന്നു. ഞാൻ ചില സഭകളിലുള്ളവരെ കണ്ടിട്ടുണ്ട്. അപ്പുറത്തുള്ള ഒരു സഭയിൽ നടന്നത് ഇവിടെ പറയാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാം. പിണങ്ങരുത്. ഒരു ഉദാഹരണം പറയാം. മർത്തോമാ സഭയിൽ നടന്നത് മർത്തോമാ സഭ അല്ലാത്ത ഒരു സഭയിൽ ചെന്ന് പറയുമ്പോൾ അവിടുത്തെ ഇന്നാര് സുവിശേഷം പറഞ്ഞപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. അവിടെ നടന്നത് മർത്തോമാ സഭയിൽ ഇല്ല, നമുക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. അല്ലേ? അമേരിക്കയിലെ ബാപ്റ്റിസ്റ്റുകാരുടെ കാര്യം പറയാം, അവിടുത്തെ സാൽവേഷൻ ആർമിയിലെ കാര്യം പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല? മത്തായിയിൽ നിന്ന് പഠിച്ചാട്ടെ. മത്തായി ഇല്ലാതെ ഇരുന്ന ഒരു കൂട്ടായ്മയിൽ സംഭവിച്ചത് മത്തായി വളരെ വിശദമായിട്ട് പറഞ്ഞെങ്കിൽ നാമും പറയുവാൻ ശ്രമിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. 9:28 എടുത്തോട്ടെ. 9:28 ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി. 3 പേരുമായിട്ട് യേശു പോവുകയാണ്. 30-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. 3 പേർ കയറി. അവരവിടെ സംസാരിക്കുകയാണ്. ആരൊക്കെയാണ്? 3 പേര് കയറി, 3 ശിഷ്യന്മാരും യേശു സംസാരിക്കുകയാണ്. വേറെ 2 പേരുടെ അടുക്കൽ ആരൊക്കെയാണ്? മോശയും ഏലിയാവും. അവരെന്തായിരിക്കും സംസാരിച്ചത്? ക്രൂശിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. നീ ക്രൂശിൽ മരിക്കും. അവരെ പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് പോയി. ഹല്ലേലൂയ. ബാക്കിയുള്ള പോയ 3 സഹോദരന്മാർ കേട്ടില്ല. പത്രോസ് കേട്ടില്ല, യോഹന്നാൻ കേട്ടില്ല, യാക്കോബ് കേട്ടില്ല. അവരെന്താണ് കണ്ടത്? 3 പേരെ കണ്ടു. നമുക്കിങ്ങനെ സംഭവിക്കാം. പലപ്പോഴും ദൈവം പറയുന്നത് നാം കേൾക്കാതെ പോകും. നമ്മുടെ ചെവിയിൽ കേട്ടും ഹൃദയത്തിൽ പതിയത്തില്ല. 2 വിധത്തിൽ നമുക്ക് സംസാരം കേൾക്കുവാൻ കഴിയും. 1, എൻ്റെ ചെവിക്കകത്ത് കേൾക്കുവാൻ കഴിയും. 2, നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത് പോലെ. ഞാൻ എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ, എല്ലാം മറന്നുപോയി. പക്ഷേ ചിലർ പറയുന്ന ഒരൊറ്റ വാചകം എൻ്റെ ഹൃദയത്തിനകത്ത് തുടിച്ച് നിൽക്കും. അതൊരിക്കലും മറക്കാത്ത ചില അനുഭവങ്ങൾ, ചില വാചകങ്ങൾ. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിച്ചതുപോലും ചിലത് എൻ്റെ ഹൃദയത്തിനകത്ത് പതിഞ്ഞ് കിടപ്പുണ്ട്, ഒരിക്കലും മറക്കാത്തതുപോലെ. ഒരു സംഭവം ഓർമ്മ വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച സമയത്ത് പട്ടാളത്തിൽ വെച്ച് സുവിശേഷ വേലയ്ക്ക് പോകണം. എങ്ങനെ പോകണം? ജോലി രാജിവെച്ചിട്ട് പോകണം. എൻ്റെ ഭാര്യ വരുമോ എന്ന് അറിയത്തില്ല. അവൾ ടീച്ചർ ജോലിക്ക് പോയിരിക്കുകയാണ്. തിരിച്ച് ഞാൻ വിളിക്കുമ്പോൾ വരുമോ എന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ചെന്തായാലും ശരി, ഭാര്യ വന്നാലും വന്നില്ലേലും ശരി, ഞാൻ സുവിശേഷ വേലക്കാരനായിട്ട് പോവുകയാണ്. ഒരു ചോദ്യമുണ്ടായി, ആരെനിക്ക് ചെലവിന് തരും? ആരാണ്ടൊക്കെ പറഞ്ഞു. പല സാഹിബ്മാർക്ക് എഴുതാമെങ്കിൽ കുറച്ച് $50 കിട്ടും. അന്ന് $1 7 എന്ന് വെച്ചാൽ $350 കിട്ടും. എനിക്ക് ചിരി വന്നു. എനിക്കിവിടെ $480 ശമ്പളവും പിന്നെ ഫ്രീ ആഹാരവും നാട്ടിപ്പാൻ ടിക്കറ്റും ആ ഫ്രീ ആയിട്ടുള്ള മരുന്നും എല്ലാം കിട്ടുന്ന സമയത്ത് അത് കളഞ്ഞു വെച്ച് ആ $350 അതിന് സാഹിബിൻ്റെ പ്രവർത്തനത്തിന് ശമ്പളത്തിന് പോകണം. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. പക്ഷേ ചോദ്യം, പിന്നെ എങ്ങനെ ചെലവിന് കഴിയും? ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അവർ വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് നാട്ടിലേക്ക് രൂപ അയക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗസ്ഥൻ. പെട്ടെന്ന് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് $50 ചെക്ക് അയക്കാൻ ഒരു സായിപ്പും ഇല്ലായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ വചനമുണ്ടായിരുന്നു, അവൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു,
പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ ഫോർ എവർ. ഒരു കേട്ടോ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 1959 വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് KV ചെറിയാച്ചൻ എന്ന് പറയുന്ന ദൈവദാസൻ പ്രസംഗിച്ച ഒരു വാക്ക് കേട്ടതാണ്. എന്ന് കേട്ടതാണ് 59. ഇതെപ്പോഴാണ്? 72. 13 വർഷത്തിന് ശേഷവും എൻ്റെ ഹൃദയത്തിനകത്ത് ശബ്ദം നിന്നു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ദൈവം നിൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചാൽ അതവിടെ പതിഞ്ഞു കിടക്കും. മുൾപ്പടർപ്പിലെത്തി കത്താത്തതുപോലെ അതവിടെ കിടക്കും. ഹല്ലേലൂയ. ഇവിടെ അവർ ശബ്ദം കേട്ടു, അവരെ കണ്ടു, അവർ സംസാരിക്കുന്നത് ഈ 3 ശിഷ്യന്മാരും കേട്ടു. പക്ഷേ എന്താ അവർ പറഞ്ഞതെന്ന് ഹൃദയത്തിൽ പതിഞ്ഞില്ല. അപ്പോൾ പത്രോസ് പറയാണ്, നമുക്കിവിടെ 3 കുടിലുണ്ടാക്കാം, നാം ഇവിടെ തന്നെ ഇരിക്കാം. ഹല്ലേലൂയ. താൻ പറയുന്നത് 33ാമത്തെ വാക്യം, താൻ പറയുന്നത് ഇന്നത് എന്നറിയാതെ അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞിരുന്നു, നമുക്ക് 3 കുടിലുണ്ടാക്കാം, നമുക്ക് ഇവിടെ തന്നെ താമസിക്കുന്നത് നല്ല പർവ്വതമാണ്, ഇവിടെ താമസിച്ചാൽ ആളുകളുടെ വരും, ആഹാരം കേട്ട് നമുക്കിവിടെ താമസിക്കാം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, അവിടെ താമസിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. പർവ്വതത്തിൻ്റെ മുകളിൽ ശബ്ദം കേൾക്കണം, പക്ഷേ നീ താഴേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെയാണ് നിൻ്റെ ശുശ്രൂഷ. നാം താഴെ ചെന്ന് ജനങ്ങളുടെ അടുക്കൽ ചെല്ലണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, പുതിയ നിയമത്തിൽ കുടിലില്ല, പുതിയ നിയമത്തിൽ കല്ലറയില്ല, പുതിയ നിയമത്തിൽ തീർത്ഥ സ്ഥലമില്ല, പുതിയ നിയമത്തിൽ വിശുദ്ധ നാടില്ല. പഴയ നിയമത്തിലുണ്ടായിരിക്കാം. ഇന്നത്തെ ചിലരൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് 3 വലിയ കുടിലൊക്കെ അവിടെ ഉണ്ടാക്കി രൂപ പിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇല്ല, പുതിയ നിയമത്തിൽ ഇവിടെയൊന്നുമില്ല. ഇവിടെ ഇരിക്കാനല്ല ദൈവം വിളിച്ചത്. പിന്നെ എന്തിനാണ്? അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങണം. യേശുവിനെ കണ്ടിട്ട് പർവ്വതത്തിൻ്റെ മുകളിലുള്ള ശബ്ദം കേട്ടിട്ട് നീ താഴേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ എന്താണ്? ദുഷ്ടാത്മാവ് പിടിച്ച 37ാമത്തെ വാക്യം മുതലുണ്ട്. ദുഷ്ടാത്മാവ് പിടിച്ച ഒരു ചെറുപ്പക്കാരൻ, ഹല്ലേലൂയ, അവരെ ശുശ്രൂഷിക്കാനാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ ഉപവാസം എടുത്ത് ശക്തി പ്രാപിക്കുന്നത് എന്തിനാണ്? ഞാൻ ഉപവാസം എടുത്ത് മെസ്സേജ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഞാൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് എന്തിനാണ്? പുസ്തകം എഴുതാൻ, TV-ക്കകത്ത് പ്രസംഗിക്കാൻ, അല്ലാതെ പ്രസംഗിക്കാൻ, ഗ്രാമങ്ങളിലേക്ക് പോകാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ. എൻ്റെ ശുശ്രൂഷ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ഉപവാസം കൊണ്ട് ഞാൻ പർവ്വതത്തിൻ്റെ ഉയരത്തിൽ ചെന്ന് അവിടുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അത് ജനങ്ങളിലേക്ക് പകർന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റായിപ്പോയി. അതുകൊണ്ട് കൂടപ്പിറപ്പേ, നാം പോകണം, ജനങ്ങളുടെ അടുക്കിലേക്ക് പോകണം, ജനങ്ങളുടെ വീടുകളിലേക്ക് പോകണം, ജനങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് യേശുവിനെ പറ്റി നാം പറയണം. വേദപുസ്തകം തുറക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. 2-3 കാര്യങ്ങൾ നമുക്കിവിടെയും ശ്രദ്ധിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവരെവിടെയാണ്? പർവ്വതത്തിൻ്റെ മുകളിൽ. എവിടെയാണ് അവർ? യേശുവിനോടൊപ്പം. നാം പർവ്വതത്തിൻ്റെ മുകളിൽ യേശുവിനോടൊപ്പം ആയിരിക്കണം. പർവ്വതത്തിൽ പോയിരിക്കണമെന്നല്ല, പർവ്വതത്തിൻ്റെ അനുഭവത്തിലെത്തണം, പ്രാർത്ഥനയിലായിരിക്കണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, ദൈവത്തെ ആരാധിക്കണം. പർവ്വതത്തിലായിരിക്കുമ്പോൾ നാം പലതും വിടുന്നു. നമ്മുടെ ഭാര്യ, മക്കൾ, ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വിടുന്നു. ഞാൻ വാസ്തവത്തിൽ വേദപുസ്തകം പഠിച്ചത് എൻ്റെ ആദ്യത്തെ 5 വർഷങ്ങളിലാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അവസരം കിട്ടി, ഞാൻ പോയില്ല. എനിക്ക് ആത്മാക്കളെ പറ്റിയുള്ള ഭാരം കൊണ്ട് അത്രയും വേസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് അങ്ങ് പോയി. എനിക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടിയായിരുന്നു. യുവത്മാൾ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു. ഞാൻ പോയില്ല. പക്ഷേ 5 വർഷം ഞാൻ ബൈബിൾ പഠിച്ചു. എനിക്ക് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വിടുന്നു എല്ലാം വരുത്തി. എൻ്റെ കയ്യിലും 4 ഭാഷയിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഉറുദു. അതെല്ലാം നിരത്തി വെച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ആരോടും മിണ്ടാതെ, ഭാര്യയോട് മിണ്ടത്തില്ല, മോനോട് മിണ്ടത്തില്ല, ആരെങ്കിലും വന്നാലും മിണ്ടത്തില്ല, അടുത്തുള്ള പോലീസ് IG-യുടെ പേരത്തോട്ടത്തിൽ പോയിരുന്ന വേദപുസ്തകം ഞാൻ പഠിച്ചു. അതാണ് പർവ്വതത്തിൻ്റെ അനുഭവം. വേറെ ആരോടും സംസാരിക്കാം മിണ്ടത്തുപോലുമില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി കഞ്ഞിവെള്ളം വേണമെങ്കിൽ, അന്ന് ചായ ഒന്നും കുടിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു, എന്നാലും സംസാരിക്കത്തില്ലായിരുന്നു. അത് എൻ്റെ പർവ്വതത്തിൻ്റെ അനുഭവമായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഗ്രാമത്തിലാണ്, അടുത്ത ദിവസം ഞാൻ പർവ്വതത്തിലാണ്. അവിടെ വെച്ച് കേട്ടത് മറ്റുള്ളവർ കൊടുക്കുവാൻ. ഹല്ലേലൂയ. പർവ്വതയാത്ര പലതും വിടുന്നു, പലരെയും വിടുന്നു. നിരാശ വരാം, ശരീരം നോവാം, ജഡം പറയാം, മതി തിരികെ പോവുക, നടക്കാം,
ഉയരത്തിലേക്ക്. നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ഉയരത്തിലേക്ക്, ഉയർന്ന അനുഭവത്തിലേക്ക്, പർവ്വതത്തിൻ്റെ അനുഭവത്തിലേക്ക്, നിൻ്റെ അടുക്കിലേക്ക് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് നിൻ്റെ ആത്മാവിന് തീ പിടിക്കും. നിൻ്റെ അകത്തൊരു തീ കത്തും. ദൈവത്തെ കണ്ടതിൻ്റെ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതിൻ്റെ തീ പിടിക്കും. അവൻ്റെ അടുക്കൽ 5 മിനിറ്റ് നിനക്ക് ചിലവഴിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പലർക്കും വാട്സപ്പ് വിടാൻ പ്രയാസമാണ്. പലർക്കും മൊബൈലില്ലെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലേഡി ഡോക്ടർ മൊബൈൽ കയ്യിലില്ലെങ്കിൽ അവരുടെ വായിക്കൂടെ നൊരയും പതയും വരും. എന്താ കാര്യം? അതിനകത്ത് അഡിക്റ്റായി പോകുന്നതാണ്. നമുക്കിതെല്ലാം ഓഫ് ചെയ്യാം. ഞാൻ ഒരു ഉപദേശം തരട്ടെ. നിങ്ങൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഓഫ് ചെയ്യാൻ കഴിയുമോ? കഴിയാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിനകത്തെ പലതും നമ്മൾ ഓഫ് ചെയ്തിട്ടാ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കാം, അവനോട് ചേർന്ന് ഇരിക്കാം. ഹല്ലേലൂയ. 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ. ഇന്ന് പലർക്കും ചർച്ചിനകത്ത് 2 മണിക്കൂർ ഇരിക്കുന്ന പ്രയാസമാണ്. അപ്പോഴത്തേക്ക് പറയും, സർവീസ് നീണ്ടുപോയി, ഇച്ചിരി ഒന്ന് കുറച്ച് തരണം. എൻ്റെയൊക്കെ പലയിടത്തും ചെല്ലുമ്പം പറയും, ഇന്ന് എളുപ്പം തീർത്ത് തരണേ, കല്യാണം എളുപ്പം നടത്തി തരണേ. എടാ, ബാക്കി കാര്യത്തിന് അവർക്ക് സമയമുണ്ട്. മൊബൈലിനകത്ത് 2 അല്ല 3-4 മണിക്കൂർ വരെയും ചിലവാക്കാം. കമ്പ്യൂട്ടറിന് മുമ്പാകെ അവർക്ക് ഇഷ്ടം പോലെ ഇരിക്കാം. പക്ഷേ ചർച്ചിൽ ചെന്നിട്ട് 1/2 മണിക്കൂർ ഇരിക്കാൻ 1 മണിക്കൂർ ഒന്ന് കൂടിപ്പോയാൽ പാസ്റ്ററെ കുറ്റം പറയുന്ന മനുഷ്യർ. നമ്മുടെ ജീവിതശൈലി അപ്പാടം മാറ്റണം. അവനോടൊപ്പം വസിക്കുക. ഉപവാസം എന്ന് പറയുന്ന ഒരു വാക്ക് സംസ്കൃത വാക്കാണ്. ഉപവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഊപ്പർ വസന, ഉയരത്തിൽ വസിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഊപ്പർ വസന, ഉയരത്തിൽ വസിക്കുക, കർത്താവിൻ്റെ സന്നിധാനത്തിൽ വസിക്കുക. അത് വലിയ പ്രയാസമാണ് അവൻ്റെ അടുക്കലിരിക്കുന്നതിൻ്റെ അർത്ഥം. പക്ഷേ അവനോട് കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷം പൂർത്തിയായിത്തീരും. നമുക്ക് പുതിയ ഡയറക്ഷൻ കിട്ടും. ആളുകൾ എന്തൊക്കെ ചോദിക്കും, വർഗീസ് ബ്രദർ, എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? എങ്ങനെയാണ് ഞാൻ കട്ടറായിൽ നിന്ന് പത്താംകോട്ടേക്ക് മാറിയത്, പത്താംകോട്ടയിൽ നിന്ന് ഡൽഹിക്ക് മാറിയത്, ഡൽഹിയിൽ നിന്ന് ഞാൻ ഇൻഡോറിന് പോയത്, ഇൻഡോറിൽ നിന്ന് വീണ്ടും തിരിച്ച് ഡൽഹിയിൽ വന്നത്? ഇനി ഞാൻ മാറാൻ ആഗ്രഹിക്കുകയാണ്. 2 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ ഒന്നുകൂടെ മാറാൻ ആഗ്രഹിക്കുന്നു. എവിടേക്ക് പോകണം? ഞാൻ ഇന്ന് വരെ എൻ്റെ ചെവിക്കകത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുന്നു. എളുപ്പം കിട്ടത്തില്ല കേട്ടോ. ഇത് ടെലിഫോണൊന്നും അല്ല അടിച്ചു കഴിഞ്ഞ് ഉമ്മച്ച് പറയുന്നത്, ദൈവമേ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം മറുപടി കിട്ടുന്നതല്ല. നീ കാത്തിരുന്ന് സംസാരിക്കണം. ഉയരത്തിൽ താമസിക്കുമ്പോൾ, പർവ്വതത്തിൻ്റെ ഉയരത്തിൽ താമസിക്കുമ്പോൾ അവൻ നിനക്ക് ഡയറക്ഷൻ തരുന്നു. എവിടെ ജോലിക്ക് പോകണം, ഏത് രാജ്യത്ത് പോകണം, ഏത് കോളേജിൽ പോയി പഠിക്കണം, ആരെ വിവാഹം കഴിക്കണം, എവിടെ പോയിട്ട് ദൈവത്തിൻ്റെ വേല തുടങ്ങണം. ഞാൻ കട്ടറായിൽ പോയത് നന്നായി പോയി. എൻ്റെയൊക്കെ പലരും പറഞ്ഞു പോയത് പോഷത്വമായി പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ആളുകളൊക്കെ ചോദിച്ചാൽ പറയും, ഞാൻ അവിടെ പോയത് നന്നായി, പത്താംകോട്ട് വന്നത് നന്നായി, ഡൽഹിയിൽ വന്നത് നന്നായി. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ഒരു ഡയറക്ഷൻ പ്രാപിക്കുക? ഒരു കാര്യത്തിനകത്ത് മാത്രമാണോ? അല്ല, എല്ലാ കാര്യത്തിനകത്തും. എൻ്റെ മക്കളുടെ വിവാഹത്തിനകത്ത് ഞാൻ ദൈവത്തോട് ഡയറക്ഷൻ ചോദിച്ചു. ഹല്ലേലൂയ. ദൈവം എനിക്ക് ഡയറക്ഷൻ തന്നു. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം കൂടെപ്പിറപ്പേ, നീ ദൈവത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ജീവിതത്തിനകത്ത് തകരാറുണ്ടായത്? ഞാൻ നിൻ്റെ ഇഷ്ടം അന്വേഷിക്കാതെ ഇരുന്നിട്ടാണോ? അതോ അന്വേഷിച്ച സമയം പോരായിരുന്നു? ലോർഡ്, വാട്ട് ആർ യു ട്രൈയിങ് ടു സ്പീക്ക് ടു മീ? വിൽ യു പ്ലീസ് കണ്ടിന്യൂ ആൻഡ് ഡയറക്റ്റ് മീ? ദൈവം നിന്നെ ഡയറക്റ്റ് ചെയ്യും. നമ്മുടെ ദൈവം അവൻ ഡയറക്റ്റ് ചെയ്യുന്നു. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരോട് സംസാരിച്ചു. പുതിയ നിയമത്തിൽ നമ്മെ അവൻ ഡയറക്റ്റ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് നീ പണങ്ങരുത്. പുതിയ നിയമത്തിൽ പ്രവാചകനെ അന്വേഷിച്ച് പോകാൻ വാക്യമില്ല, ഒരൊറ്റ വാക്യമില്ല പ്രവാചകനെ അന്വേഷിച്ച് പോകാൻ. പഴയ നിയമത്തിലുണ്ട്. കാരണം എന്താണ്? അന്ന് ആത്മാവ് വരുന്നു പോകുന്നു. ആരിലാണ് വരുന്നത്? പ്രവാചകന്മാരിൽ. പുതിയ നിയമത്തിൽ നമ്മളിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നാം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് എന്തെങ്കിലും നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കാനുണ്ട് എങ്കിൽ ഒരു പ്രവാചകനോട് സംസാരിക്കണം. പ്രവാചകനെ നമ്മുടെ വീട്ടിലയക്കും, നമ്മുടെ സഭയിലയക്കും. നമുക്ക് അയ്യോ അങ്ങനൊന്ന് പോയെന്ന് വിചാരിച്ചൊരു പാപമാണ്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല. പക്ഷേ നാം പോകാൻ വാക്യമില്ല. പിന്നെ എന്തു ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരെ വിവാഹം കഴിക്കണം, ഏത് കോളേജിൽ പോകണം, ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്യണം, ഏത് പുരയിടം വാങ്ങിക്കണം, എവിടെയാണ് വീട് പണിയേണ്ടത്, എവിടെയാണ് കിണർ കുത്തേണ്ടത്, ഇതെല്ലാം ദൈവം നമുക്ക് പറഞ്ഞു തരും. ദൈവം നമ്മളെ വഴി നടത്തും. അവൻ നമ്മളെ ഡയറക്റ്റ് ചെയ്യും. ഇന്ന് ആരെങ്കിലും ഡയറക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രവചിച്ച് പറയാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ച് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്യട്ടെ, നിങ്ങളുടെയൊക്കെ വീട് പണിയുന്നതിനെ പറ്റി ഡയറക്റ്റ് ചെയ്യട്ടെ. ഏത് പുരയിടം വാങ്ങിക്കണം ദൈവം നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ആരാണ് ഡയറക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കണ്ണടച്ചാട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ അവരോട് സംസാരിക്കണമേ. അവരുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകട്ടെ. ഏതെങ്കിലും അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും അവരുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നീ അവരെ ഡയറക്റ്റ് ചെയ്യണമേ. അവരുടെ വിവാഹത്തിനകത്ത് ഡയറക്റ്റ് ചെയ്യണമേ കർത്താവേ. അവരുടെ ബുദ്ധിയിൽ അവരെ ഡയറക്റ്റ് ചെയ്യണമേ കർത്താവേ. എവിടെയാണ് സഭ തുടങ്ങേണ്ടത് ഡയറക്റ്റ് ചെയ്യണമേ കർത്താവേ. ആരോടാണ് സഹായം ചോദിക്കേണ്ടത് ഡയറക്റ്റ് ചെയ്യണമേ കർത്താവേ. അവർക്ക് നീ ക്ലിയർ ഡയറക്ഷൻ കൊടുമേ. അവർ പർവ്വതത്തിലേക്ക് കയറട്ടെ, അവിടെ നിൻ്റെ ശബ്ദം കേൾക്കട്ടെ. എന്നിട്ട് അവർ മടങ്ങി വരുമ്പോൾ നിൻ്റെ ശബ്ദം കേട്ടിട്ട് ഡയറക്ഷൻ കിട്ടിയവരായിട്ട്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരായിട്ട് ജീവിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അബദ്ധം പറ്റാതെ സൂക്ഷിക്കണമേ. അവരുടെ പണം നഷ്ടപ്പെടരുത്, അവരുടെ വിവാഹ ജീവിതം തകർന്നു പോകരുത്, അവരുടെ ആരോഗ്യം തകർന്നു പോകരുത്, അവരുടെ സഭ തകർന്നു പോകരുത്, അവരുടെ സമാധാനം തകർന്നു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഡയറക്റ്റ് ചെയ്ത് ശരിയായിട്ടുള്ള പാതയിൽ അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിൽക്കട്ടെ, അവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ, മനുഷ്യർക്ക് പ്രയോജനമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അനുഗ്രഹം പ്രാപിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവത്തിന് കൃപ പ്രാപിക്കുക. അടുത്ത ആഴ്ച